Welcome to Classical Mechanics class number 26. Hamilton-Jacobi equation for Hamilton's characteristic function. Today's class is about the Hamilton-Jacobi equation for Hamilton's characteristic function. And that we can see. You see, it is characteristic function. Yes, വേണ്ട. So here Hamilton's Jacobi equation for Hamilton's characteristic function. A new topic. What is Hamilton-Jacobi equation? The Hamilton-Jacobi equation is a partial differential equation, PDE. PDE means partial differential equation for Hamilton's principal function S small q capital P T. നമുക്കറിയാം എസ് എന്ന് പറയുന്നത് ഹാമിൽട്ടൺസ് പ്രിൻസിപ്പൽ ഫംഗ്ഷനാണ്. അത് ഫംഗ്ഷൻ ഓഫ് small q, generalized coordinate, and also capital P, the new coordinate in the place of small p at is time. For Hamilton-Jacobi equation, Hamilton's characteristic function വെച്ചുള്ള Hamilton's Jacobi equation ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നേരത്തെ പ്രിൻസിപ്പൽ ഫംഗ്ഷൻ വെച്ച് പറഞ്ഞിരുന്നു. ഇനി അടുത്ത ഫംഗ്ഷൻ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ പറയുകയാണ്. അത് വെച്ചിട്ടുള്ള Hamilton-Jacobi equation. ഇപ്പോൾ പ്രിൻസിപ്പൽ ഫംഗ്ഷൻ എസ് ആണ്. എന്താണ് ഈ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ നമുക്ക് നോക്കാം. അതിൻ്റെ ഉദ്ദേശം എന്താണ്? ഈ ഇക്വേഷൻ്റെ ഉദ്ദേശം ഇറ്റ്സ് മെയിൻ ഗോൾ ഇസ് ടു ഫൈൻഡ് കാനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഫ്രം ദി ഓൾഡ് കോർഡിനേറ്റ്സ് സ്മോൾ ക്യൂ പി ടു എ ന്യൂ സെറ്റ് ഓഫ് കോർഡിനേറ്റ്സ് ക്യാപിറ്റൽ ക്യൂ പി സച്ച് ദാറ്റ് ദ ന്യൂ ഹാമിൽട്ടോണിയൻ കെ ഈസ് k is a function of capital Q, capital P and T. And you know what are capital Q and capital P? That is a new coordinates for small q and small p. So new Hamiltonian k is equal to k and it's a function of q, p, t and t. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഈ കാനോണിക്കൽ ട്രാൻസ്ഫോർമേഷനാണ്. ഈ ഹാമിൽട്ടൺ-ജാക്കബി ഇക്വേഷൻ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ വെച്ചുള്ള അതിൻ്റെ ഉദ്ദേശം കാനോണിക്കൽ ട്രാൻസ്ഫോർമേഷനാണ്. ഓൾഡ് കോർഡിനേറ്റ്സ് നമുക്കറിയാം, അത് സ്മോൾ ക്യൂ പി ആണ്. അതിൽ നിന്ന് ക്യാപിറ്റൽ ക്യൂ ക്യാപിറ്റൽ പിയിലേക്ക് പോകുന്നതാണ്. അന്നേരം ന്യൂ ഹാമിൽട്ടോണിയൻ കെ എന്ന് പറയുന്നത് എച്ച് ആണല്ലോ നമ്മൾ ഓൾഡ് ഹാമിൽട്ടോണിയൻ. അതുപോലെ കെ അത് ക്യാപിറ്റൽ ക്യൂവിൻ്റെയും ക്യാപിറ്റൽ പിയുടെയും ടിയുടെയും ഫംഗ്ഷനായിട്ട് മാറും. ഇഫ് കെ ഈസ് ഇക്വൽ 0, what is it? If new Hamiltonian k is equal to 0, then the new canonical equations of motion are qi dot. You will understand it is capital Qi dot. Dot is in the top. Qi dot, capital Qi dot is dou k by dou pi. That is equal to 0. And pi dot is equal to minus dou k by dou qi is equal to 0. This means qi and pi are constants of motion, simplifying problem considerably. ഇവിടെ ക്യു ഐ ഡോട്ട് 0 ആണ്, പി ഐ ഡോട്ട് 0 ആണ്. അതിൻ്റെ അർത്ഥം ക്യു ഐ പി ഐ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. കാരണം ഡെറിവേറ്റീവ് 0 ആണെങ്കിൽ ആ ഫംഗ്ഷൻ കോൺസ്റ്റൻ്റ് ആണ് എന്നാണ് നമ്മൾ കാൽക്കുലസിൽ പഠിക്കുന്നത്. The relationship between the old Hamiltonian H and the new Hamiltonian K through a generating function. അതായത് ഈ ഓൾഡ് ഹാമിൽട്ടോണിയൻ എച്ച് എന്ന് പറയും, ന്യൂ ഹാമിൽട്ടോണിയൻ കെ എന്ന് പറയും. അവ തമ്മിലുള്ള റിലേഷൻ എന്താണ്? അതൊരു ജനറേറ്റീവ് ഫംഗ്ഷൻ വെച്ച് നമ്മൾ കണക്ട് ചെയ്യാൻ എഫ് ടു ക്യൂ സ്മോൾ ക്യൂ ക്യാപിറ്റൽ പി ടി ക്യു ഐ എന്നോ പി യു എന്നൊക്കെ ചേർക്കാം. അതിന് പകരം ജനറലായിട്ട് ഇങ്ങനെ എഴുതിയാലും മതി. എഫ് ടു അത് സെക്കൻഡ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ. നമ്മൾ 4 ജനറേറ്റിംഗ് ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ട്. അതിൽ സെക്കൻഡ് ജനറേറ്റീവ് ഫംഗ്ഷനാണ് പറയുന്നത്. സെക്കൻഡ് ജനറേറ്റീവ് ഫംഗ്ഷനിൽ ഈ ക്യൂ പി ടി ഇല്ല, പി എന്നുള്ളത് ക്യാപിറ്റൽ പി ആയിട്ട് വരും. എഫ് ടു ക്യൂ പി ടി ഇസ് ഈക്വൽ ടു എസ് ക്യൂ പി ടി. അപ്പോൾ എസ് നമ്മൾ വിളിക്കുന്ന പേരാണ്. എസ് ഈസ് കോൾഡ് ഹാമിൽട്ടൺസ് പ്രിൻസിപ്പൽ ഫംഗ്ഷൻ ആൻഡ് ദി Hamilton-Jacobi equation using this function we have studied earlier. And now we are going to say the Hamilton's function using Hamilton-Jacobi equation using W. And you know k is given by the new Hamiltonian k is given by k is equal to h qpt
dou S by dou T. S is the principal function. Setting K0, നമ്മൾ K0 ആക്കുകയാണ്. K0 ആക്കുമ്പോൾ ദാറ്റ് ഗീവ്സ് ഹാമിൽട്ടൺ ജാക്കബി ഇക്വേഷൻ. അപ്പോൾ കെയുടെ വാല്യൂ 0 ആക്കിയാൽ നമുക്ക് ഉടനെ ഹാമിൽട്ടൺ ജാക്കബി ഇക്വേഷൻ കിട്ടും. അത് വായിക്കുകയാണെങ്കിൽ H Q S T H of Q dou S by dou Q T. അത് എക്സ്പാൻഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അത് ഞാൻ കമ്പണൻറ്റ് കൊടുത്തിരിക്കുകയാണ്. H Q1 Q2 etc. Qn dou S by dou Q1 dou S by dou Q2 etc. dou S by dou Qn T plus dou S by dou T is 0. അപ്പോൾ കേസ് 0 ആകുമ്പോൾ നമ്മൾ നേരത്തെയുള്ള ഹാമിൽട്ടൺ ജാക്കബി ഇക്വേഷൻ ഇങ്ങനെ വരും. ഹിയർ Pi is equal to dou S by dou Qi. Now we can see in detail what is Hamilton's characteristic function W. You understand? Hamilton's principal function is S, capital S, and Hamilton's characteristic function is W. Hamilton's characteristic function W small q p, but a time is introduced when the Hamilton H does not explicitly depend on time. അപ്പോൾ എച്ച് ടൈമിനെ ആശ്രയിക്കുന്നില്ല എങ്കിൽ നമ്മൾ സാധാരണ എച്ച് ക്യൂ പി ടി എന്ന് പറയണം. ആ ടി ഒഴിവാക്കിയാൽ നമുക്ക് പുതിയ ഹാമിൽട്ടോണിയൻ കിട്ടിയും ഡബ്ല്യു ക്യൂ പി ക്യാപിറ്റൽ പി എന്ന് എഴുതുകയും ചെയ്യും. In such a case, the total energy E is conserved and it is E. ടൈം ഇല്ല എങ്കിൽ എച്ച് എനർജി ആയിട്ട് മാറും. We can propose a separable solution for Hamilton's principal function. എസിൻ്റെ ഒരു സൊല്യൂഷൻ നമുക്ക് വിചാരിക്കാം. എസ് ക്യൂ പി ടി. അപ്പോൾ എസും ഡബ്ല്യുവും തമ്മിലുള്ള ഒരു റിലേഷൻ നമ്മൾ കൊടുക്കുകയാണ്. എ സെപ്പറബിൾ സൊല്യൂഷൻ അതിങ്ങനെ എഴുതാം എന്നാണ്. എസ് സ്മോൾ ക്യൂ ക്യാപിറ്റൽ പി ടി ഇസ് ഇക്വൽ ഡബ്ല്യു ക്യൂ പി, ടൈമില്ലാത്ത ഹാമിൽട്ടോണിയൻ, ടൈമില്ലാത്ത ഫങ്ഷൻ മൈനസ് E into T is a total energy, where WQ capital P is Hamilton's characteristic function. The constant E is usually chosen as one of the new constant momenta. P I is equal to E. Substituting this into Hamilton Jacobi equation. അപ്പോൾ അത് നമ്മുടെ ഓൾഡ് ഹാമിൽട്ടൺ ജാക്കബി ഇക്വേഷൻ, അതായത് ഈ പ്രിൻസിപ്പൽ ഫംഗ്ഷൻ വെച്ചുള്ള ഹാമിൽട്ടൺ ജാക്കബി ഇക്വേഷൻ അത് കൊടുക്കുകയാണ്. ഈ പുതിയ എസ് വാല്യൂ കൊടുക്കുകയാണ്. എസ് വാല്യൂ നമ്മൾ ഡബ്ല്യു മൈനസ് ഇ ടി എന്ന് എഴുതിയിരിക്കുന്നത് അത് കൊടുക്കുകയാണ്. കൊടുക്കുമ്പോൾ എച്ച് ഓഫ് ക്യൂ മീൻസ് ക്യൂ ഐ ഡി W minus ET by dou Q, dou W minus ET by dou Q plus dou of W minus ET by dou T is equal to 0. അപ്പോൾ ഈ താഴെ കാണുന്ന പോലെ എച്ച് ക്യൂ ഓഫ് ഡോ ഡബ്ല്യു ബൈ ഡോ ക്യൂ മൈനസ് ഇ ഇസ് 0 എന്ന് വരും. കാരണം എന്താണ്? ആ ഫസ്റ്റ് ടൈമിൽ നമ്മൾ ക്യൂവിനാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്, ക്യൂ ഐക്കാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ടി കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് അവിടെ ഡോ ഡബ്ല്യു ബൈ ഡോ ക്യൂ എന്ന് മാത്രം കിട്ടും. അപ്പോൾ ക്യൂ ഡോ ഡബ്ല്യു ബൈ ഡോ ടി. പിന്നെ അടുത്ത സെക്കൻഡ് ടൈം അതൊരു മൈനസ് ആയിട്ട് വരുന്നത് എങ്ങനെ നോക്കുക. അത് ടൈമിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഡോ ഡബ്ല്യു ബൈ ഡോ ടി, കാരണം ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ടൈം ഇല്ലാത്ത ഫംഗ്ഷനാണ്. അപ്പോൾ അത് 0 ആയിട്ട് മാറും. പിന്നെ ഈ മൈനസ് ഇ ടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇ ആയിട്ട് കിട്ടും. സോ മൈനസ് ഇ ഈസ് ഈക്വൽ 0. അപ്പോൾ ഇതിൽ നിന്ന് ഈ റൈറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് എച്ച് ഓഫ് ക്യൂ ഡോ ഡബ്ല്യു ബൈ ഡോ ടി ഈസ് എന്ന് കിട്ടും. ദിസ് ഈസ് ദി ഹാമിൽട്ടൺ ജാക്കബി ഇക്വേഷൻ കണ്ടെയ്നിങ് ഹാമിൽട്ടൺസ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ. അപ്പോൾ ഇതാണ് പുതിയ ഹാമിൽട്ടൺ ജാക്കബി ഇക്വേഷൻ. അപ്പോൾ ഡബ്ല്യു വെച്ച് നമുക്ക് ഹാമിൽട്ടൺ ജാക്കബി ഇക്വേഷൻ എഴുതിയാൽ ഇങ്ങനെ കിട്ടും. എച്ച് ഇസ് ഈക്വൽ ടു ക്യൂ ഡോ ഡബ്ല്യു ബൈ ഡോ
ഡോ ക്യൂ ഈസിക്വൽ ഇ എന്ന് കിട്ടും. ദിസ് ഈസ് ഹാമിൽട്ടൺസ് ഇക്വേഷൻ കണ്ടെയ്നിങ് ഹാമിൽട്ടൺസ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ. ഇനി ഇതിൻ്റെ പ്രോപ്പർട്ടീസ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് പറയുകയാണ്. ഈ ഡബ്ല്യുവിൻ്റെ പ്രോപ്പർട്ടി എന്താണ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് പറയുകയാണ്. ഈ ഇക്വേഷൻ്റെ പ്രോപ്പർട്ടീസ് ഓഫ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഡബ്ല്യു. ദ ഫസ്റ്റ് സിഗ്നിഫിക്കൻസ് ഈസ് ടൈം ഇൻഡിപെൻഡൻസ്. അതിനകത്ത് ടൈം ഇല്ലല്ലോ നമ്മൾ പറയുമ്പോൾ. ഹാമിൽട്ടൺ ജാക്കബി ഇക്വേഷൻ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഡബ്ല്യു ഈസ് ടൈം ഇൻഡിപെൻഡൻറ്റ്. This makes it a powerful tool for systems where energy is conserved. രണ്ടാമത്തെ പ്രോപ്പർട്ടി റെഡ്യൂസ്ഡ് കോംപ്ലക്സിറ്റി. ഈ പ്രയാസം കുറവാണ്. ടൈം വരുമ്പോൾ അതിൻ്റെതായ പ്രയാസം വരും. ഇവിടെ ടൈം ഇല്ല. റെഡ്യൂസ്ഡ് കോംപ്ലക്സിറ്റി ഇൻസ്റ്റെഡ് ഓഫ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻ n+1 വേരിയബിൾ. ടൈം ഉൾപ്പെടെ n+1 വേരിയബിളാണ്. ടൈം ഒഴിവാക്കിയാണ്. അപ്പോൾ ഒരു വേരിയബിൾ കുറയും. We now have a partial differential equation in variables, n variables. അപ്പോൾ ടൈം ഒഴിവാക്കുന്നത് കൊണ്ട് n+1 വേരിയബിൾ n വേരിയബിൾ ആയിട്ട് റെഡ്യൂസ് ചെയ്യും. അതൊരു പ്രോപ്പർട്ടിയാണ്. ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഫോർ കാനോനിക്കൽ ട്രാൻസ്ഫോർമേഷൻ. ഇനി കാനോനിക്കൽ ട്രാൻസ്ഫോർമേഷൻ്റെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്താണ്? WQP ആക്ട്സ് ആസ് എ ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഓഫ് ടൈപ്പ് F2QP. നമ്മൾ നേരത്തെ പറയുന്നതാണ്. അവിടെ ടൈം ഒഴിവാക്കിയാൽ the old momenta are given by Pi is dou W by dou Qi, and the new constant coordinates Qi are given by Qi is dou W by dou Pi. Relation to action integral ആയിട്ടുള്ള relation എന്താണ്? W is closely related to the action integral for a path from initial പോയിന്റ് Q0. ഇനിഷ്യൽ പോയിന്റ് നമ്മൾ Q0 എന്ന് പറയുന്നത് കാരണം QI എന്ന് പറയത്തില്ല. QI എന്ന് പറഞ്ഞാൽ നമ്മൾ ജനറൽ ടൈമായിട്ട് എടുക്കുന്നതുകൊണ്ടാണ് Q0 എന്ന് പറയുന്നത്. ഫോർ എ പാത്ത് ഫ്രം ഇനിഷ്യൽ പോയിന്റ് Q0 ടു എ ഫൈനൽ പോയിന്റ് Q ഓഫ് ഇൻ ദ ഇൻ്റഗ്രൽ PdQ or PiDQi, that is action integral, corresponds to W for a conservative system. അപ്പോൾ അത് ഈ ഡബ്ല്യുവിൻ്റെ മറ്റൊരു എക്സ്പ്രഷനാണ് ഇൻ്റഗ്രൽ ഫ്രം Q0 ടു QF PdQ. നാലാമത്തെ പ്രോപ്പർട്ടി സോൾവിങ് മെക്കാനിക്സ് പ്രോബ്ലംസ് യൂസിങ് ഹാമിൽട്ടൺസ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ. ഇപ്പോൾ മെക്കാനിക്സിലുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഹാമിൽട്ടൺസ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഇവിടെ യൂസ്ഫുൾ ആണ്. ഫോർമുലേറ്റ് ദ ഹാമിൽട്ടോണിയൻ എക്സ്പ്രസ് ദി സിസ്റ്റംസ് ഹാമിൽട്ടോണിയൻ HQP in terms of generalized coordinates and momenta. Number 2, set up the Hamilton-Jacobi equation for W. Substitute Pi is equal to dou W by dou Qi and HQP is equal to E to get HQ dou W by dou Q is equal to E, or expanding we get H Q1 Qi can be written as Q1 Q2 etc. up to Qn. Dou W by dou Qi can be written as dou W by dou Q1 etc. to dou W by dou Qn, there is no time, is equal to E. Solve the partial differential equation. ഈ partial differential equation for W എങ്ങനെ സോൾവ് ചെയ്യുമെന്ന് നോക്കാം. This is the most challenging step, looking for solutions using separation of variables. If possible, if separable, integrate the resulting one-dimensional equation to find WQP. Capital P. The integration constants will be new constant momenta, capital Pi. Find the equations of motion. Once WQP is found, the new constant coordinates Qi are obtained by Qi is equal to dou WQP by dou Pi. These equations implicitly define Qi as a function of capital P and capital Qi. Since Qi are constants, say beta I, and Pi are constants, say alpha I, this provides a general solution for the system's trajectory. ഇപ്പോൾ സിസ്റ്റംസ് ട്രജക്ടറിയുടെ ഒരു ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ
നമ്മൾ ഈ ക്യു ഐ ബീറ്റ ഐ ആയിട്ട് പി ഐ ആൽഫ ആയിട്ടും കൺവേർട്ട് ചെയ്ത് സോൾവ് ചെയ്താൽ മതി. റിലേറ്റ് ടു ഒറിജിനൽ കോർഡിനേറ്റ്സ് ആൻഡ് മൊമെൻറ്റ. If needed, pi is equal to dou w by dou qi gives the momenta as functions of q and the constants p, capital P. പിന്നെ ഇതിൻ്റെ HI ഇക്വേഷൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ആപ്ലിക്കേഷൻസ്. വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ആൻഡ് ആപ്ലിക്കേഷൻസ് ഓഫ് ഹാമിൽട്ടൺ ജാക്കോബി ഇക്വേഷൻ വിത്ത് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ? ഇൻറ്റഗ്രബിലിറ്റി ചെയ്യാനുള്ള എളുപ്പമാണ്. The HI equation provides a direct path to finding constants of motion and thus iterating the equations of motion, especially when variables are separable. Connection to wave phenomena. Wave phenomena ആയിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട് ഇതിന്. The Hamilton-Jacobi equation provides a strong link between classical mechanics and wave mechanics through the Iconic equation, and later in the quantum mechanics where a c is related to the phase of the wave function, surfaces of constant s or w can be thought as wave fronts propagating through configuration space. അപ്പോൾ ഇത് ഈ ഇക്വേഷൻ വേവ് മെക്കാനിക്സിൽ എടുക്കാം. അവിടെ ഇപ്പോൾ ഹാമിൽട്ടൺ ജാക്കോബി യൂസിങ് പ്രിൻസിപ്പൽ ഫംഗ്ഷൻ ഓർ ഹാമിൽട്ടൺ ജാക്കോബി യൂസിങ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഡബ്ല്യു, ഇവ രണ്ടും നമ്മൾ വേവ് അനാലിസിസ് വേവ് മെക്കാനിക്സ് പഠിക്കുമ്പോൾ വേവ് ഫ്രണ്ടായിട്ട് കരുതാവുന്നതാണ്. വൈഡ് റേഞ്ച് ഓഫ് ആപ്ലിക്കേഷൻസ്. ഈ HI ഇക്വേഷൻ അത് എസിലെ ഇക്വേഷൻ ആയാലും കൊള്ളാം, ഡബ്ല്യുലെ ഇക്വേഷൻ ആയാലും കൊള്ളാം. അതിന് വളരെ കൂടിയ ആപ്ലിക്കേഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് ആപ്ലിക്കേഷൻ എന്ന് നോക്കുക. സോൾവിങ് കോംപ്ലക്സ് മെക്കാനിക്കൽ പ്രോബ്ലംസ്, Kepler problem and harmonic oscillator. Number 2, identifying conserved quantities. Number 3, geometrical optics. Iconal equation. Geometrical opticsലാണ് ഈ ഐക്കോണൽ ഇക്വേഷൻ വരുന്നത്. അത് നമ്മൾ പഠിക്കാത്തൊരു കാര്യമാണ്, ആ പേര് മാത്രം ഓർക്കുക. കൺട്രോൾ തിയറി ആൻഡ് ഒപ്റ്റിമൽ കൺട്രോൾ, അതിന് വേണ്ടി ഇത് ഉപയോഗിക്കാറുണ്ട്. ഫൗണ്ടേഷൻ ഓഫ് സെമി ക്ലാസിക്കൽ ക്വാണ്ടം മെക്കാനിക്സ്. അപ്പോൾ സെമി ക്ലാസിക്കൽ ക്വാണ്ടം മെക്കാനിക്സ്, ലിങ്ക് ബിറ്റ്വീൻ ക്ലാസിക്കൽ ആൻഡ് ക്വാണ്ടം മെക്കാനിക്സ്, അതിൻ്റെ സെമി ക്ലാസിക്കൽ ക്വാണ്ടം മെക്കാനിക്സിനകത്ത് ഇത് ഉപയോഗിക്കാറുണ്ട്. സമ്മറി. ഈ ഹാമിൽട്ടൺസ് ഇക്വേഷൻ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ, അതിൻ്റെ ഒരു സമ്മറി എന്താണ്? ഹാമിൽട്ടൺസ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ W is simplified form of Hamilton's principal function. Application to conservative time independent Hamiltonian systems. അതായത് ഹാമിൽട്ടൺ ജാക്കോബി ഇക്വേഷൻ യൂസിങ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ അത് ടൈം വരാത്ത കേസുകളിൽ നമുക്ക് വളരെ സൂട്ടബിളായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇറ്റ് അലൗസ് ദ ഹാമിൽട്ടൺ ജാക്കോബി ഇക്വേഷൻ ടു ബി പ്രൊഡ്യൂസ്ഡ് ടു എ ടൈം ഇൻഡിപെൻഡൻറ്റ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ W കൊണ്ടുവന്നാൽ, ഈ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ കൊണ്ടുവന്നാൽ അത് നമുക്ക് ഒരു ടൈം ഇൻഡിപെൻഡൻറ്റ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനാക്കി മാറ്റാം. വിച്ച് ഇഫ് സെപ്പറബിൾ ലീഡ്സ് ടു ദി കംപ്ലീറ്റ് അനലിറ്റിക്കൽ സൊല്യൂഷൻ ഓഫ് സിസ്റ്റംസ് ഡൈനാമിക്സ് and finding generating function for a transformation to constant coordinates and momenta. അപ്പോൾ കോൺസ്റ്റൻറ്റ് കോർഡിനേറ്റിലേക്ക് മൊമെൻറ്റായിലേക്ക് മാറ്റുന്ന ഒരു സൊല്യൂഷനായിട്ട് ഈ W കൊണ്ടുവന്നാൽ നമുക്ക് അത് എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഒക്ടൈൻ ഹാമിൽട്ടൺ ജാക്കോബി ഇക്വേഷൻ ഫോർ ഹാമിൽട്ടൺസ് ക്യാരക്ടറിസ്റ്റിക്, C ആണ് അവസാനം. Characteristic function give its properties and significance. That is solved with your class number 26.